Hi students, ഞാൻ ഓൾറെഡി ജാവ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കുറച്ച് പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ പറയാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ആണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജാവ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിത്തൗട്ട് ദിസ് കോൺസെപ്റ്റ് വി കനോട്ട് വർക്ക് ഇൻ ജാവ പ്രോഗ്രാംസ്. അപ്പം അതിൽ ബേസിക് ഒരുപാട് സെക്ഷനായിട്ട് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 6 സെക്ഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒബ്ജക്റ്റാണ് ഫസ്റ്റ് വൺ. ഈ റിയൽ ടൈം എൻറ്റിറ്റി എന്നാണ് നമ്മളതിന് സിമ്പിളായിട്ടൊരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് റിയൽ ടൈമിൽ നമ്മൾ കാണുന്ന ഏത് തരം വസ്തുവിനെ നമ്മളൊരു ഒബ്ജക്റ്റായിട്ട് പറയും. പക്ഷേ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളതിൽ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെയും ഒരു മെത്തേഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു വേരിയബിളിനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ ഒബ്ജക്റ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സുകളുടെ ഒരേ സ്വഭാവമുള്ള ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സുകളുടെ കളക്ഷൻ. ഏതെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടീസിലോ അതിൻ്റെ ബിഹേവിയറിലോ എന്തെങ്കിലും സിമിലാരിറ്റി വരുന്ന ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഹാവിങ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ. നെക്സ്റ്റ് വൺ എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഓർ ഫങ്ഷൻസ് നമ്മൾ മെത്തേഡ്സ് എന്നും പറയും. അപ്പോൾ റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് മെത്തേഡ്സ് ടുഗദർ ഇൻ ടു എ പ്രോഗ്രാം. അതായത് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിനകത്ത് ഡാറ്റയെയും അതിലെ മെത്തേഡ്സിനെയും കമ്പൈൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന രീതിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഏതൊരു ഇൻഫർമേഷനും, പിന്നെ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രോസസ്സും, നമ്മൾ കാൽക്കുലേഷൻസ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, ഇത് രണ്ടും കൂടെ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കിട്ടുന്ന നമ്മുടെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. ഇതിൽ നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയും. നെക്സ്റ്റ് പോളിമോർഫിസം. പോളിമോർഫിസം എന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വേർഡാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. പോളി എന്ന് പറഞ്ഞാൽ മെനി, മോർഫിസം എന്ന് പറഞ്ഞാൽ ഫോംസ്, മെനി ഫോംസ്. ഒരു മെത്തേഡ് തന്നെ ഡിഫറെൻറ്റ് ഫോംസിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് പോളിമോർഫിസം. അത് മെത്തേഡ് ഓവർലോഡിങ് എന്നുള്ള എക്സാമ്പിളാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഉപയോഗിക്കുന്നത്. മെത്തേഡ് ഓവർ റൈഡിങ് ഉണ്ട്, മെത്തേഡ് ഓവർലോഡിങ് ഉണ്ട്. റിയൽ ടൈം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഓന്തിനെ റിയൽ ടൈം എക്സാമ്പിളായിട്ട് പറയാം. ഒരു ഓന്ത് തന്നെ പല കളറിൽ പല ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഒരു തമാശ രൂപത്തിലൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അന്യൻ ഫിലിം കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. ആ അന്യൻ ഫിലിമിനകത്ത് വിക്രം തന്നെയാണ് 3 ക്യാരക്ടേഴ്സായിട്ട്, 2 ക്യാരക്ടേഴ്സാണ്, അമ്പി പിന്നെ അന്യൻ, റെമോ 3 ക്യാരക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് ഓരോ സമയത്തും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഒരാൾ തന്നെയാണ് പല പല ക്യാരക്ടേഴ്സായിട്ട് മാറുന്നത്. ഇത് ഒരു പോളിമോർഫിസം ആണ്. പിന്നെ നെക്സ്റ്റ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് ദ കോംപ്ലക്സിറ്റി ഇറ്റ് ഹൈഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചിട്ടാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ എലാബറേറ്റ് ചെയ്യാതെ ഔട്ട്ലൈൻ മാത്രം കാണിച്ചുകൊണ്ട് നമ്മളൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. വെറുതെ കോംപ്ലക്സിറ്റി ഒഴിവാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ് ക്യാൻ ആക്സസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. ഒരു ക്ലാസ്സിന് വേറൊരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാദർ ആൻഡ് ചൈൽഡ്. ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു ക്ലാസ്സായിട്ടും ഫാദർ എന്ന് പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നത് വേറൊരു ക്ലാസ്സായിട്ട് എടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള സെൽഫായിട്ടുള്ള കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ ക്യാരക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് വന്നു ചേരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് സ്ട്രക്ചറാണ്. ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടിങ് എപ്പോഴും പ്രോഗ്രാം നെയിമാണ് നമ്മൾ എഴുതുക. പക്ഷേ പ്രോഗ്രാം നെയിം എന്നുള്ളതൊരു ഓപ്ഷണൽ സെക്ഷൻ ആയ കാരണം നമ്മൾ കമൻറ്റ് ലൈൻ ഇട്ടുകൊണ്ടാണ് എഴുതുക. നെക്സ്റ്റ് പാക്കേജ് നെയിം. പാക്കേജ് നെയിം എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കുന്നത് C++ഉം C ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഹെഡർ ഫയൽസ് കേട്ടിട്ടുണ്ടാവും. ആ ഹെഡർ ഫയൽസിന് പകരം ഇവിടെ ജാവയിൽ ഉപയോഗിക്കുന്നതാണ് പാക്കേജ് എന്ന് പറയുന്നത്. നമ്മൾ ഹെഡർ ഫയൽസിനകത്ത് എങ്ങനെയാണോ ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ ജാവയുടെ പാക്കേജിനകത്താണ് അതിന് വേണ്ട ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
പക്ഷേ സിയിലും C++ലെയും പോലെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്ര നെസസറി അല്ല. നമുക്ക് പ്രോഗ്രാമിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കത് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് അതിന് ഓപ്ഷണൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് ക്ലാസ് നെയിം. ഇതാണ് മെയിൻ സെക്ഷനായിട്ട് വരുന്നത്. അതിൽ ക്ലാസ് എന്ന് പറയുന്നത് കീവേഡാണ്. നമ്മൾ ആ ക്ലാസ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡാണ് ക്ലാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് നെയിം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ്, യൂസർ ഡിഫൈൻ നെയിമാണ്. ആ ക്ലാസ്സിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് യൂസർ ഡിഫൈൻ നെയിമാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നതാണ് എപ്പോഴും നന്നായിരിക്കും. നിർബന്ധമില്ല, പക്ഷെ കൊടുത്താൽ നന്നായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഓപ്പണിംഗ് ബ്രേസസ്. ആസ് യൂഷ്വൽ എല്ലാ പ്രോഗ്രാമിങ്ങിലുള്ള പോലെ ഓപ്പണിംഗ് ബ്രേസസിനും ക്ലോസിംഗ് ബ്രേസസിനകത്താണ് നമ്മൾ ചെയ്യുക. അതിനകത്ത് ഇവിടെ നമ്മൾ സിയിലും CPPയിലും നമ്മൾ മെയിൻ ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയിരുന്നത്. പക്ഷേ CPPയിൽ നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിലും ക്ലാസ്സിനകത്തല്ല മെയിൻ ഫംഗ്ഷൻ കൊടുത്തിരുന്നത്, ക്ലാസ്സിന് പുറത്തായിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ നമുക്കൊരു ക്ലാസ്സിനകത്താണ് നമ്മളെല്ലാം കൊടുക്കുക എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലാസ്സിനകത്താണ് മെയിൻ ഫംഗ്ഷൻ കൊടുക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്: പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്. ആർഗ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്, സ്ട്രിങ് വേരിയബിളാണ്. അപ്പോൾ അതിനും സ്ട്രിങ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റോറേജ് സ്പേസ് കൊടുക്കണം. ഒരു ക്യാരക്ടർ അറേ ആയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുക. ഓക്കെ. അതിൽ പബ്ലിക് എന്ന് പറയുന്നതും സ്റ്റാറ്റിക് എന്ന് പറയുന്നതും വോയിഡ് എന്ന് പറയുന്നതും കീവേഡാണ്. അതിൽ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മുന്നിൽ നമ്മൾ പബ്ലിക് എന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നതും കീവേഡാണ്. ഇത് നമുക്ക് ഒരു ചേഞ്ചും ഫോർമാറ്റിൽ സംഭവിക്കാതെ പ്രോപ്പർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിക്കിന് സ്റ്റേബിൾ കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് റിട്ടേൺ എനി വാല്യൂ, അങ്ങനത്തെ ഒരു ഡാറ്റ ടൈപ്പാണ് വോയിഡ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഈ സ്ട്രിങ് എന്ന് കൊടുക്കാൻ കാരണം ജാവയിൽ നമ്മൾ കൊടുക്കുന്ന ഏതൊരു വാല്യൂയും ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് സ്ട്രിങ് വേരിയബിളായിട്ടാണ്. അപ്പോൾ ആ സ്ട്രിങ് വേരിയബിൾ ആക്സസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡെവലപ്പർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനാണ് സ്ട്രിങ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ആർഗ്യുമെൻറ്റ്, അതിൻ്റെ കൂടെ ഒരു വേരിയബിൾ ആർഗ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ARG എന്ന് കൊടുത്തു. എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ. നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ബ്രേസസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബ്രേസസിനകത്ത് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യും. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട് വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യും. അതുമാതിരി വേരിയബിൾ ഇനീഷ്യലൈസേഷൻസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട പ്രോസസ്സ് ചെയ്യാം. എന്നിട്ട് ആ ബ്രേസസ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ ബ്രേസസ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് രണ്ടാമതൊരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ക്ലാസ്സിനകത്തായിരിക്കും നമ്മൾ മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഈ ക്ലാസ്സിനകത്ത് മാത്രമായിട്ട് നമുക്ക് മെത്തേഡ് യൂസ് ചെയ്യാം. അതല്ല രണ്ട് ക്ലാസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിനകത്ത് അതിന് വേറൊരു പേര് കൊടുത്തുകൊണ്ട് നമുക്ക് മെത്തേഡ് നെയിം അല്ലെങ്കിൽ മെത്തേഡ് ഡെഫിനിഷൻ. മെത്തേഡിന് നിങ്ങൾക്ക് അറിയാമല്ലോ, മെത്തേഡ് ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ CPPയിൽ എങ്ങനെയാണോ കൊടുത്തിരുന്നത് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. ഡാറ്റ ടൈപ്പ് സ്പേസ് മെത്തേഡ് നെയിം. ഡാറ്റ ടൈപ്പ് നമുക്ക് വോയിഡ് ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം, നമുക്ക് ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ മെത്തേഡ് നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ബേസ്ഡ് ഓൺ ദ പ്രോസസ്സ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളുടേതായ പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് യൂസർ ഡിഫൈൻഡ് മെത്തേഡ് ഡെഫിനിഷൻ ആകുമ്പോൾ യൂസർക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് മെത്തേഡിന് ഒരു ഓപ്പണിംഗ് ക്ലോസസ് പാരാന്തസിസ് ഉണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് വേരിയബിൾസ് കൊടുക്കാം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് കൊടുക്കാതെ നമുക്ക് ചെയ്യാം. അതിന് ഓപ്പണിംഗ് ക്ലോസ് പാരാന്തസിസ്, അത് കഴിഞ്ഞ് ക്ലാസ് ക്ലോസ് ചെയ്യാം. ഇതാണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന സെക്ഷനാണ് ഒരു ബേസിക് ജാവ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാക്കേജിനെ കുറിച്ചിട്ട്. പാക്കേജ് എന്ന് പറയുന്നത് സെയിം ആസ് ഹെഡർ ഫയൽസ് ആണ്. അതിനകത്ത് ജാവയുടെ ലൈബ്രറീസ് ഉണ്ടായിരിക്കും. എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും എന്നോട് പറയാം, എങ്ങനെയാണ് ഒരു പാക്കേജ് ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ പാക്കേജ് എങ്ങനെയാണ് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ മുകളിൽ യൂസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ട് java.package.star സെമിക്കോളൻ മസ്റ്റാണ്. ഓരോ ലൈൻ എൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൽ നമ്മൾ ഓരോ ലൈൻ എൻഡ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ലാംഗ്വേജിലായാലും ഓരോ ലൈൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് തുല്യമാണ് സെമിക്കോളൻ ഇല്ലെങ്കിൽ അതിന് വലിയൊരു സിൻടാക്സ് എററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ സിൻടാക്സിനെ കുറിച്ച് പറയാം.
import java dot package dot star semicolon. import എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടു റിട്രീവ് ആക്സസ് ചെയ്യാൻ ആ ലൈബ്രറിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാഷിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ട്. ജാവ എന്ന് പറഞ്ഞാൽ ജാവ ലൈബ്രറി എന്നാണ് എടുക്കുന്നത്. ഡോട്ട് പാക്കേജ് എന്ന് പറഞ്ഞാൽ പാക്കേജ് നെയിം എന്ത് വേണമെങ്കിലും ആവാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ .io യൂസ് ചെയ്യും. നെറ്റ്വർക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ .net യൂസ് ചെയ്യും. അങ്ങനെ ഓരോന്നിനും ഓരോന്നുണ്ട്. പിന്നെ നമ്മൾ ടൂൾസ് യൂസ് ചെയ്തിട്ട് വെബ് ഡിസൈനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ AWT യൂസ് ചെയ്യാം, .applet യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ .star എന്നുള്ളത് കമ്പൽസറി അല്ല, വേണ്ടെങ്കിൽ നമുക്ക് സെമിക്കോളൻ ഇട്ടിട്ട് സ്റ്റാറിനെ ഒഴിവാക്കാം. പക്ഷേ .star യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈബ്രറിയിലെ ഒരു ഫയൽസും അവോയ്ഡ് ചെയ്യാതെ പ്രോപ്പറായിട്ട് നമുക്ക് വർക്കിംഗ് പോസിബിളാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മൾ .star യൂസ് ചെയ്യുന്നത്. ഓക്കെ. എക്സാമ്പിളായിട്ട് ഞാനിവിടെ import java .io .star പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ് മെയിൻ ചെയ്യുന്നത്? എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഡോട്ട് എന്ന് പറഞ്ഞാൽ ആക്സസിങ് ലൈബ്രറി ആക്സസിങ് ഓപ്പറേറ്ററാണ്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലൈബ്രറിയും വിത്തൗട്ട് എനി ലോസ് എല്ലാ ലൈബ്രറിയും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. ഓക്കെ. ഇത്രയും കാര്യം ഈ പാക്കേജിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാക്കേജ് 2 ടൈപ്പിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പാക്കേജ് മെയിനായിട്ട് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിൽറ്റ് ഇൻ പാക്കേജസും യൂസർ ഡിഫൈൻഡ് പാക്കേജസും, അല്ലെങ്കിൽ സിസ്റ്റം ഡിഫൈൻഡ് പാക്കേജസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് പാക്കേജസ്. സിസ്റ്റം ഡിഫൈൻഡ് പാക്കേജസിനെ നമ്മൾ java.io, java.net, java.applet, java.awt അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ വളരെ ഒരു 4 എണ്ണം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൽ അങ്ങനെ നമ്മൾ ആ യൂസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജാവ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന്, നെറ്റ്വർക്ക് ഓപ്പറേഷന്, പിന്നെ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടൂൾസ്, ടെക്സ്റ്റ് ബോക്സ്, പിന്നെ ബട്ടൺ, ഇങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കാനൊക്കെ AWT യൂസ് ചെയ്യും. അതുപോലെ യൂസർ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസറിൻ്റെ ആവശ്യാനുസരണം യൂസർക്ക് എന്തെങ്കിലും പാക്കേജസ് നമുക്ക് സ്വന്തമായി നമ്മൾ യൂസർ ഡിഫൈൻഡ് മെത്തേഡ്സ് പറഞ്ഞ പോലെ തന്നെ യൂസറിന് സ്വന്തമായിട്ട് പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോഗ്രാമിനെ ആ പർട്ടിക്കുലർ പാക്കേജിനകത്ത് സേവ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് യൂസർ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറയുന്നത്. അതിൻ്റെ പാക്കേജ് ക്രിയേഷൻ സിൻടാക്സ് ആണത് പാക്കേജ് നെയിം സെമിക്കോളൻ. പാക്കേജ് എന്നുള്ളത് കീവേഡാണ്. പാക്കേജിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, സെമിക്കോളൻ. ഇനി അത് നമുക്ക് വേറൊരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു സിൻടാക്സ്. ഇമ്പോർട്ട് പാക്കേജ് നെയിം സെമിക്കോളൻ .star വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇമ്പോർട്ട് ഏത് പാക്കേജാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ പാക്കേജ് നെയിം. ഫോർ എക്സാമ്പിൾ പാക്കേജ് അരിത്ത്. ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാക്കേജിൻ്റെ പേര് അരിത്താണ്. എനിക്കിത് വേറൊരു ക്ലാസ്സിനകത്തേക്ക് ഉപയോഗിക്കുമ്പോൾ ഇമ്പോർട്ട് അരിത്ത്. ഓക്കെ. മെയിനായിട്ട് പാക്കേജ് 2 ടൈപ്പിലുണ്ട്. സിസ്റ്റം ഡിഫൈൻഡ് പാക്കേജും യൂസർ ഡിഫൈൻഡ് പാക്കേജും. അതിൽ സിസ്റ്റം ഡിഫൈൻഡ് എക്സാമ്പിൾസാണ് .io, .net, .applet, .awt. ഇനിയുണ്ട്. ഞാൻ 4 പറഞ്ഞിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അനുസരിച്ച് പറഞ്ഞുതരാം. അടുത്തത് യൂസർ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് യൂസേഴ്സിന് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവരുടെ പ്രോഗ്രാമിനെ ആ പർട്ടിക്കുലർ പാക്കേജിനകത്തേക്ക് സേവ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ട് യൂസേഴ്സിന് തന്നെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് യൂസർ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ക്രിയേഷൻ സിൻടാക്സ് പാക്കേജ് സ്പേസ് പാക്കേജ് നെയിം സെമിക്കോളൻ. പാക്കേജ് ഈസ് ദ കീവേഡ്. പാക്കേജ് നെയിം എന്നുള്ളത് നമ്മൾ ഇഷ്ടമുള്ള പേര് കൊടുക്കുന്നതാണ്. അതേമാതിരി അതിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് പാക്കേജ് നെയിം .star വേണമെങ്കിൽ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാറില്ല വേണമെങ്കിൽ യൂസ് ചെയ്യാം, സെമിക്കോളൻ. എക്സാമ്പിൾ പാക്കേജ് അരിത്ത്. ഈ അരിത്ത് എന്ന് പറയുന്നത് ഒരു പാക്കേജാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അത് ഉപയോഗിക്കുമ്പോൾ ഇമ്പോർട്ട് അരിത്ത് സെമിക്കോളൻ. ഇതെല്ലാം ക്ലാസ്സിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയൊരു സാമ്പിൾ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്ലാസ് സാമ്പിൾ എന്നുള്ളൊരു ക്ലാസ് നെയിം വെച്ചിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർ അത് ഞാൻ കൊടുത്തു. നമ്മൾ പ്രോഗ്രാം സ്ട്രക്ചർ കണ്ട പോലെ തന്നെ അതിനകത്ത് system.out.println ബ്രാക്കറ്റിൽ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജാവ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അതിൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ ജാവയുടെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വേർഡ് നമ്മൾ
ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ ബേസിക് ബിൽറ്റ് ഇൻ ക്ലാസ് ഇൻ ജാവ എന്നുള്ളതാണ്. അതിൽ സിസ്റ്റത്തിൻ്റെ എസ് ഓൾവേസ് ക്യാപ്സ് ആയിരിക്കും. അതായത് സിസ്റ്റം എന്ന ക്ലാസ്സിനകത്തുള്ള പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. out.println ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പ്രിൻറ്റ് എൽ എൻ ആണ് പ്രിൻറ്റ് ന്യൂ ലൈൻ അല്ലെങ്കിൽ പ്രിൻറ്റ് നെക്സ്റ്റ് ലൈൻ എന്നുള്ള മീനിങ് ആണ്. ഡബിൾ കൊട്ടേഷനിൽ നമ്മൾ എന്ത് കൊടുത്താലും അത് അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അതിൽ സിസ്റ്റത്തിൻ്റെ എസ് ഓൾവേസ് ക്യാപ്സ്, അത് വളരെയധികം ശ്രദ്ധിക്കണം. സ്ട്രിങ് ഈസ് എ ക്ലാസ് ഹിയർ, ഡാറ്റ ടൈപ്പ് ആണെങ്കിലും ക്ലാസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഓൾവേസ് സ്റ്റാർട്ടിംഗ് ലെറ്റർ ഓൾവേസ് ക്യാപ്സ് ആയിരിക്കണം. പിന്നെ ക്ലാസ് നെയിം ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ നന്നായിരിക്കും. നെക്സ്റ്റ്, ഹൗ ടു സേവ്, എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം സേവ് ചെയ്യുക. ജാവ പ്രോഗ്രാം എപ്പോഴും നമ്മൾ സേവ് ചെയ്യുമ്പോൾ ആ ജാവയുടെ ക്ലാസ് നെയിം, നമ്മൾ മെയിൻ ഫംഗ്ഷൻ വരുന്നത് ഏത് ക്ലാസ്സിലാണോ, ജാവയിൽ ഒരുപാട് ക്ലാസ്സസ് നമുക്കൊരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാം. അതിൽ മെയിൻ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിനകത്താണോ വരുന്നത് ആ ക്ലാസ് നെയിം വെച്ചിട്ടാണ് നമ്മൾ ജാവ പ്രോഗ്രാം സേവ് ചെയ്യുക. ഇവിടെ മെയിൻ ഫംഗ്ഷൻ സാമ്പിൾ എന്നുള്ളതിൽ വരുന്നതുകൊണ്ട് നമ്മൾ സാമ്പിൾ .java എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ്, ഇതിൽ മെയിനായിട്ടൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മളൊരു ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മളൊരിക്കലും ജാവയുടെ എക്ലിപ്സ് എടുത്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യില്ല. നമ്മളെപ്പോഴും നോട്ട് പാഡിലാണ് പ്രോഗ്രാം ചെയ്യുക. ബിഗിനേഴ്സ് എപ്പോഴും നോട്ട് പാഡിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ഔട്ട്പുട്ട് കമ്പൈൽ ആൻഡ് റൺ ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. നമ്മളതിൽ എക്സ്പേർട്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്ലിപ്സും അതുപോലെ നെറ്റ് ബീൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ജാവ പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ജാവയുടെ ക്ലാസ് നെയിം എന്താണോ, ക്ലാസ് നെയിം എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എല്ലാം അതുപോലെ ആയിരിക്കണം. നമ്മൾ എങ്ങനെയാണോ ക്ലാസ് നെയിം കൊടുത്തിരിക്കുന്നത് അതേ നെയിം അതുപോലെ .java എന്ന എക്സ്റ്റൻഷനോട് കൂടിയിട്ട് ഏതെങ്കിലും ഫോൾഡറിനകത്തേക്ക് നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെ ജാവ കമ്പൈൽ ചെയ്യാം, റൺ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ജാവ കമ്പൈൽ ചെയ്യാനുള്ള കോഡ് ജാവ കമ്പൈലർ എന്ന് പറയുന്നത് ജാവ കമ്പൈലറാണ്. സ്പേസ് പ്രോഗ്രാം നെയിം .java അങ്ങനെയാണ് നമ്മൾ കമ്പൈലേഷൻ കൊടുക്കുന്നത്. ഇത് കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ആദ്യം പാത്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കമ്പൈൽ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ഏത് ഫോൾഡറാണോ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്കത് ചെയ്യാൻ. ഇനി അടുത്ത ഇതിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു പ്രോഗ്രാം എങ്ങനെ കമ്പൈൽ ചെയ്യുന്നതിൻ്റെ കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നെക്സ്റ്റ്, എങ്ങനെ അത് റൺ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ജാവ സ്പേസ് പ്രോഗ്രാം നെയിം, അതിന് സെമിക്കോളൊന്നും ആവശ്യമില്ല. ജാവ സ്പേസ് പ്രോഗ്രാം നെയിം എന്ന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ്സിനെ കുറിച്ച് പറഞ്ഞു, പ്രോഗ്രാമിംഗ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, എന്താണ് പാക്കേജസ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു, ഒരു സാമ്പിൾ പ്രോഗ്രാം പറഞ്ഞു, അതെങ്ങനെ സേവ് ചെയ്യുക, എങ്ങനെ കമ്പൈൽ ചെയ്യുക, എങ്ങനെ റൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇത്രയും പറഞ്ഞ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.